अब इसमें अपार शक्ति आ गई है। मैं इस आत्मा पर जीत हासिल करके ही रहूंगा। सिर्फ ये ही हमारे कुल को सबसे ताकतवर बनाएगी। मैं नया रास्ता बनाऊंगा और ये करके रहूंगा। हेलो मम्मी। ഇതിന് ഞാൻ പറഞ്ഞ കനമില്ലല്ലോ ഹരിലാലേ. തൽക്കാലം ഇത്രേ പറ്റത്തുള്ളൂ. പേശാതട പൊറുക്കി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബോണി ഒരിക്കലും പ്രതികരിക്കാതിരുന്നിട്ടില്ല. ഇനിയൊട്ട് പ്രതികരിക്കാതിരിക്കുകയുമില്ല. The game changes. പിച്ചറാണോ മുഖത്തേക്ക് എറിയുന്നത്? ആരെങ്കിലും ഒരു നേരമാ? ഞാനല്ല, അങ്ങേരാ. ഓ, ഇതൊരു പ്രതിപ്രവർത്തനായിരുന്നല്ലേ. ചേട്ടാ, എന്റെ ഉള്ള ബോധം പോണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. മലയാളി, ഓ, എനിക്ക് ചേട്ടനൊരു ബിയർ മേടിച്ചു തരണം. സെയിം ബ്രാൻഡ്, സെയിം ML. ബിയറൊക്കെ മേടിച്ചു തരാം. പക്ഷെ നിന്റെ ആ മറ്റോടത്തെ പ്രതിപ്രവർത്തനത്തിനല്ല. നീ ഒന്ന് തണുക്കാൻ അത്രേ ഉള്ളൂ. ഓ, എന്നാ ഞാൻ ചേട്ടായിയുടെ ഐസ്ക്രീം ഒന്ന് തണുപ്പിക്കാം. അത് ന്യായം. ഒന്നേ ഒന്ന്. ഇതെന്താ പങ്കായോ? ഞാൻ ഇറങ്ങട്ടെ. പുള്ളിനെ ആശുപത്രി കൊണ്ടുപോകണട്ടോ. കാണിച്ചേ പന്നി. പോട്ടെട്ടാ, മറന്നേ. കേൾപ്പിച്ചായ പീക്ക് കവറിലുണ്ടായ നഷ്ടമാണ് 4,000 ഞങ്ങൾ പറഞ്ഞത് തന്നെ കുറവാണ്. 3 ലക്ഷത്തിൽ കൂടുതൽ 5 പൈസ തരികയില്ല. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നാ കുറവാ? എടോ, മര്യാദ കഴിക്കുന്ന ഒരുത്തരെ മരിക്കുന്നവരടിച്ചാൽ തീരുകയില്ല. 3 ലക്ഷം രൂപ അറിയോ? നിങ്ങൾ ഈ കണാകുട കപ്പച്ചക്കാന്ന് പറയാം. അപ്പന് 3.5 കക്ഷി കൊടുക്കാൻ പറ്റുമോ? 3.5 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുകയില്ല. ഇല്ല, ആരാൻ പറ്റില്ല. എന്ത് ചെയ്യും? അല്ല, അല്ല ഏട്ടാ, ഞാനവിടെ സ്ഥിരം കസ്റ്റമർ അല്ലേ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ലോ. ബോണി, നമ്മൾ പറയുന്നൊന്ന് മനസ്സിലാക്കി. നമുക്കുണ്ടായ നഷ്ടം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതേ ബില്ലേ? അതെ, എന്റെ സിബിയച്ച, എനിക്ക് മടുത്ത്. അങ്ങേര് അവിടെ കൊടുക്കുന്നതിന്റെ കണക്ക് ഞാൻ വേണം ഇരുന്ന് കേക്കാൻ. നീ അടങ്ങ്. ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. എന്നാണോ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുന്നത്? ആദ്യം അപ്പനെ കൊണ്ടായിരുന്നു. നാട് നീളെ അയാൾ തല്ലി നടന്നു.
ഇപ്പൊ അപ്പനൊന്ന് അടങ്ങിയപ്പോ മോൻ കയറിയെങ്കിൽ വിരിഞ്ഞു. ഈ ജന്മത്തിൽ എനിക്ക് വിധിച്ചിട്ടില്ല സമാധാനം കർത്താവേ. ഇപ്പോഴും ആവശ്യം വരുമ്പോ കരയാനുള്ള നിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാൻ കാപ്പി എടുക്കാം. ആ കടുപ്പം കൂട്ടി മധുരം കുറച്ച്. മോളെ തോംസണോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നെന്ന്? വന്നോണ്ടിരിക്ക. വരട്ടെ, അവനോടും ചിലത് പറയാനുണ്ട്. ഇന്നലെ ബാറിനകത്ത് തല്ലുണ്ടാക്കിയപ്പോ നീ ഇല്ലായിരുന്നോ? ഞാനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. എന്തായാലും 2 ഷട്ടറിന്റെ 4 മാസത്തെ വാടകയും കൊണ്ട് രാവിലെ ബാറുകാര് പോയി. ഇനി ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവന്റെ പട്ടിക്കടയിൽ നിന്റെ മാട്രിമോണി ഞാൻ എന്നേക്കായി പൂട്ടും. എന്നിട്ട് അത് വേറെ ആമ്പിള്ളേർക്ക് വാടകയ്ക്ക് കൊടുക്കും. അന്നേരേക്ക് മോലാവും. അയ്യോ, അപ്പൊ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. എവിടുന്ന്? ഞാൻ തല്ലുണ്ടാക്കും, പക്ഷെ കോസ്റ്റ് നിൽക്കും. നിനക്കറിയാലോ. തുടങ്ങി മോനെ തോംസ, നിന്നെ ഞാൻ ഇവിടെ കെട്ടിയവനായിട്ടാണോ കണ്ടേക്കുന്നേ? എന്റെ സ്വന്തം കുഞ്ഞായിട്ടല്ലേ? നീ അവന് വേണ്ടി പറ്റിയ ഒരു ആലോചന കൊണ്ടുപോടാ. ഞാൻ കൊണ്ടുവരാഞ്ഞിട്ടാണ് സ്വയമേ. അവന് മാറ്റം ഉണ്ടാവും, നോക്കിക്കോ. എന്റെ CBS അവനെ മാറ്റും. നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ പാരമ്പര്യമാടാ. നിന്നെക്കാ വലിയ തല്ലുകൊള്ളിയായിരുന്നു താഴെ ഇരുന്ന് കുറ്റം പറയുന്ന നിന്റെ തന്ത. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. നീ തീരുമാനമൊന്നും പറഞ്ഞില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ഇനി നിനക്ക് വേണ്ടി ഞാൻ പെണ്ണ് കെട്ടണ എന്തിനാ? എടാ, പക്ഷെ ഇനി ഒരു പ്രശ്നം ഉണ്ടായ അപ്പൻ എന്നെ ആ വീട്ടിൽ കയറ്റത്തില്ലടാ. അങ്ങേര് പറഞ്ഞത് വെച്ച് എന്റെ നിന്റെ പ്രസ്ഥാനങ്ങൾ പൂട്ടേണ്ടി വരും. പോരാത്തതിന് സ്വയമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും. ബോണി പ്ലീസ് ഡാ. എടോ, ഈ സാധനം എടുത്തോണ്ട് പോക്കോട്ടോ. പൂജക്കല്ലേ ഫേഷ്യല്. ഓ, എന്റെ ബോണി, അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. എന്റെ പ്രശ്നം ഇതാണ്. എന്നാ എന്റെ പ്രശ്നം ഇതാണ്, നിലനിൽപ്പ്. നമുക്ക് ആ TTC പ്രൊഫൈൽ ഒന്ന് നോക്കിയാലോ? അടിപൊളിയാ. TTC അല്ല, PhD ആണെങ്കിലും ഇവിടെ നടക്കൂല. എന്തല്ലേ തകർത്ത് കേട്ടോ. മേശയുടെ മേളിലോട്ട് കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റി. നിലവിളി ഒന്നും കേട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. എന്താണ് നിങ്ങളോട് പറഞ്ഞ കാര്യം? ഞങ്ങള് പൊതുവായിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു. അതെ, പേഴ്സണൽ. അതെന്താണ് ആ പേഴ്സണൽ കാര്യം? ഞാനും കൂടെ അറിയിട്ട് എന്നോട് പറയാം. അളിയനൊന്നും കെട്ടിച്ചിട്ടേ കമ്മീഷൻ അടിക്കാൻ നോക്കുക. അതിന് നീ എന്താ ജർമ്മൻഷപ്പെടും? തോംസനോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ ഞാനും ബോണിയൊക്കെ നിത്യ ബ്രഹ്മചാരികളായിട്ടുള്ള ആൾക്കാരാണ്. എന്റെ പൊന്നു ബിച്ചു, ഞങ്ങൾ കുറച്ച് ഫാമിലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയി തരൂ. സോ സാഡ്. കാര്യത്തോടൊപ്പം നിങ്ങൾ ഫാമിലി ആയല്ലേ? ഞാൻ വഴിപോക്കെ. ഞാൻ സോറി ബോണി. നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയോ? നമ്മളെ വൃത്തികെട്ട ഫാമിലി. നീ ഒന്ന് തീരുമാനിക്കണം. നിനക്ക് ഫാമിലി വേണോ അതോ ചങ്ക് കണക്ക് നിന്റെ കൂടെ നടക്കണ ഈ കൂട്ടുകാരൻ വേണോന്ന്? മനസ്സിലായില്ലേ? പറഞ്ഞോ. അളിയ, നീ അത് വിട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ നമ്മുടെ മൊത്തം പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഐഡിയയും കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് ശരിയാവലടാ. എടാ, സേഫ് കളിയാടാ. ലോകത്തെങ്ങും ഇല്ലാത്ത ഡിമാൻഡുള്ള ഒരു കൂട്ടര്. നീ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോകുന്നു, ആ കുട്ടിയെ ഒന്ന് കാണുന്നു, അവര് നിന്റെ വേണ്ടെന്ന് വെക്കുന്നു. വീട്ടില് നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒരു 6 മാസത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാം. എങ്ങനെയുണ്ട്? അവരെന്നെ വേണ്ടാന്ന് നോക്കുന്നു. നിനക്കെന്താ ഇത്ര ഉറപ്പ്? എടാ, ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാ. ഷിംലന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആയ ഒരു അപ്പനും മോളും. അമ്മ നേരത്തെ മരിച്ചു പോയതാ. ഇനി അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, എന്റെ ഗ്യാരണ്ടി. എന്താ? അവിടെ JRF സ്റ്റുഡന്റ്. നീ കോളേജിന്റെ പടി കണ്ടിട്ടില്ല? അവിടെ റിട്ടയർഡ് മാത്സ് പ്രൊഫസറുടെ മകള്. ഇവിടെ കണ്ണിച്ചോറില്ലാത്ത പെരുകാരന്റെ മോൻ. പിന്നെ അവിടെ ഫ്യൂച്ചർ സയന്റിസ്റ്റ്. നീ ഇട്ടാ വട്ടത്ത് പട്ടി വളർത്തും. ഇതൊന്നും പോരാഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊരു ഡിമാൻഡ്. നീ ധൈര്യമായിട്ടിരിക്കളിയാ. ഇത് നടക്കാനേ പോകുന്നില്ല. അവര് നിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കും. ഞാൻ അവളെ പോയി കാണാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പുറം ലോകം അറിയാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ. ഇവിടെ ആരും കാണുന്നില്ല കേട്ടോ. ഞാൻ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ടിന് പോകും. എടാ ബോണി, നീ ഒന്ന് അടങ്ങടാ. ഞാൻ നമ്പർ അയച്ചുതരാം. നീ ആ കുട്ടിയെ ഒന്ന് വിളിച്ചു.
എനിക്ക് നമ്പറും വേണ്ട, ഒരു കോപ്പും വേണ്ട. എന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഒക്കെ ഫുള്ളാ. ലിസ്റ്റ് കണ്ടാ തിരിച്ചറിയണ്ടേ? ഞാൻ നിനക്ക് ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാം. നീ അതൊക്കെ കണ്ട് ആസ്വദിച്ച്. ബോണി എത്തിയിട്ട് കുറച്ച് സമയമായോ? ഞാൻ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. എന്നെങ്ങനെ മനസ്സിലായി? എനിക്ക് മാട്രിമോണിന്ന് പ്രൊഫൈലും ഫോട്ടോയും ഒക്കെ അയച്ചായിരുന്നു. എനിക്കും കിട്ടിയായിരുന്നു സ്റ്റെഫിയുടെ ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫി, ജിമെയിലും. അല്ല, സ്റ്റെഫി മാത്തമാറ്റിക്സ് പ്രൊഫസർ ആണല്ലേ? ഇല്ല, എന്റെ പപ്പയാണ് മാത്തമാറ്റിക്സ് പ്രൊഫസർ. ഓ, അപ്പൊ ആരാണ് ശാസ്ത്രജ്ഞൻ? ഞാൻ JRF പ്രിപ്പയർ ചെയ്യാണ്. ബോണി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലേ? കുറച്ച്. ഞാൻ തന്നെ പറയാം. ഞങ്ങള് ഷിംലയിലായിരുന്നു. ഇപ്പൊ ഇവിടെ ഒന്ന് സെറ്റിൽ ആയിട്ട് 4 years ആയിട്ടുള്ളൂ. പിന്നെ എന്റെ മമ്മി. അതെനിക്കറിയാം. സോറി. സമയം 11:15. ടൗണിലെ കഫേയിൽ അവൾ ഈ കഥയിലേക്ക് ആദ്യമായി കടന്നു വന്ന പയ്യനുമായി സംസാരിക്കുന്നു. ബോണി എപ്പോഴും ഈ ഷെയ്ഡ്സ് എപ്പോഴും വയ്ക്കാറുണ്ടോ? ഇല്ല, ഞാനത് ഒരു പവർ സ്ലാബ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കരുത്തനുമായി കൊമ്പ് കോർത്താണ്. അതെന്താ? അത് കരണം പൊട്ടിക്കിട്ടില്ല. ബാറിൽ കള്ളുപിടിച്ച് അടി ഉണ്ടാക്കി നല്ല അടി കിട്ടി. ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആണോ എപ്പോഴും? എപ്പോഴും അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ഒന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ കുറച്ച് പിക്സ് കാണിക്കാം വിത്തൗട്ട് എനി ഫിൽട്ടർ. ബോണിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ. സ്റ്റെഫിക്ക് എന്താ ഡോഗ്സിനെ ഇഷ്ടമല്ല? എനിക്കിഷ്ടാണ്. പിന്നെന്താ? പക്ഷേ അവർക്ക് നമ്മളെയും കൂടെ ഇഷ്ടപ്പെടണ്ടേ? അല്ല, ഏത് പട്ടിക സ്റ്റെഫിനെ ഇഷ്ടപ്പെടാതെ? കോമഡിക്ക് വർക്കൗട്ട് ആവുന്നു. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന പരിപാടി ഒന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഈ ഒരു വെർജിൻ ലൈഫ് സ്റ്റൈലൊക്കെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. പരിചയപ്പെടാം. യെസ്, പരിചയപ്പെടാം. ഓക്കെ. അതെ, ഇതിപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ത് കാര്യം ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണ്ടേ? ഇനിയിപ്പോ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ, നിന്റെ വീട്ടുകാരെ സമ്മതിക്കണ്ടേ? ആകെ നിന്റെ ഡിപ്പാർട്ട്മെന്റോ? എന്റെ പൊന്നു പോണി, നീ വിചാരിക്കുന്ന പോലെ ഈ ഭാര്യ പീഡിപ്പിക്കട സത്രസുഖമുള്ള പരിപാടിയല്ല. ക്യാമറ കുറ്റകൃത്യങ്ങളുടെ ഇരുൾ നിറഞ്ഞൊരു ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. പകയും പ്രതികാരവും നിറഞ്ഞ തീരാ കഥകൾ ഇവിടെ തുടങ്ങുന്നു. ദ ബോസ് ഡയറീസ്. സാമുവലിന്റെയും അയാളുടെ മകൾ സ്റ്റെഫിയുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കടന്നു വന്നു. ആരാണ് അയാൾ? സ്റ്റെഫി എന്തിനാണ് അയാൾ കണ്ടുമുട്ടിയത്? നിഗൂഢ ഉദ്ദേശങ്ങൾ ഇരു കൂട്ടറിലുണ്ടാവും. നിരവധി ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. കണ്ണിലെ കണ്ണരായി മാറിയോ ഉള്ളിലെ പൊൻകണി കൺമണി മാത്രമായി പറഞ്ഞും കൊണ്ടേ പാറിപ്പോകുന്നേ ആകാശത്തെങ്ങോ ചെല്ല കൂടും കൂട്ടുന്നേ അപ്പോൾ തന്നെ
എന്തെങ്കിലും ഒരു കാര്യം പറയാന്. അപ്പൊ കാശിലുള്ള കാര്യമായിരിക്കല്ലോ. അതൊന്നും അല്ലപ്പാ, സന്തോഷമുള്ള കാര്യ. പിന്നെ സന്തോഷം അവനല്ലേ സന്തോഷിപ്പിക്കാൻ. അപ്പൊ ഒന്ന് കേക്കാവോ? തൊമ്മൻ നിർബന്ധിച്ചിട്ടേ ബോണി ഒരു പെങ്കൊച്ചിനെ പോയി കണ്ടായിരുന്നു. നല്ല സുന്ദരി കൊച്ച. അവനെന്നെ ഇഷ്ടപ്പെട്ടു. സ്റ്റെഫി എന്നാ പേര്. നല്ല സുന്ദരി കൊച്ച്. ഇടി അവൻ പോയി കണ്ടോ? അവൻ ഇഷ്ടപ്പെട്ടോ? കണ്ട എന്റെ സിബിഎച്ചിന്റെ ഉപദേശത്തിന്റെ ഗുണവാ. നിങ്ങൾ ആക്ച്വലി അതിലേക്ക് കൂടുതൽ ഇന്നാവാൻ വരട്ടെ. അതെ, അവർക്കൊരു ചെറിയ ഡിമാൻഡ് ഉണ്ട്. ഡിമാൻഡോ? അല്ല, കാശ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണോ? അതൊന്നുമല്ല, പിന്നെ ചെറുക്കനെ അങ്ങോട്ട് കൊടുക്കണം. അത് തന്നെ നമുക്ക് അറിയിച്ചാലോ. ഞാൻ പ്രസിഡന്റ് ഗുളി കഴിച്ചതിന്റെ ഭാഗ്യം. ആനന്ദാരിക്കല്ലേ അച്ചുവീട്ടിൽ പോയി നിൽക്കാൻ പോകുന്നത്. എന്നാലും നീ 1-2 പെൺപിള്ളേരെ കൂടെ പോയി കാണ്. എന്റെ ചെറുക്കനാണ് പെണ്ണ് കിട്ടാൻ പാട്. ഈ അമ്മ പാസ് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടാൻ നല്ല പാടാ. നീ തീർന്നതാ. നീ ഫീൽഡ് ഔട്ട് ആവണം. എത്രയും പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആവും. നോക്കിക്കോ. കെട്ടാനോ കൂട്ടാനോ ആരും വന്നെത്താതെ കൂട്ടിൽ തനിച്ചായ നേരത്താരാനോ ഒട്ടും നിനയ്ക്കാതെ മുന്നും പിന്നും നോക്കാതെ പറ്റിക്കൂടാൻ പോന്നില്ലയോ. അതെ, അവന്റെ സ്വഭാവത്തിന് ഇനിയൊരു പെണ്ണ് കാണാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണ്ടേ? ഇതാണ് എന്റെ സാമ്രാജ്യം. ബോണീസ് പെറ്റ് വേൾഡ്. പിന്നെയും പിന്നെയും ഞാൻ സ്റ്റെഫിയുടെ ഫാദറാണ്. ഇതിനോടുകൂടിയുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് മതിയായ രേഖകളോടുകൂടി തിരിച്ചയക്കാൻ താല്പര്യപ്പെടുന്നു. യുവർ ഫെയ്ത്ത്ഫുള്ളി സാമുവൽ ജോസ്. അതെ, ഇത് ആക്ച്വലി എന്റെ പപ്പ തന്നെ അയച്ചതാ. പിന്നെ പപ്പയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അതിരാവിലെ 5 മണിയുടെ അലാമിനെ തോപ്പിച്ചുകൊണ്ടാണ് പപ്പ എണീക്കുന്നത് തന്നെ. പിന്നെ പതിവ് തെറ്റാതെയുള്ള വ്യായാമം. പഴയ കണക്ക് മാഷായതുകൊണ്ട് തന്നെ അളവിന്റെ കാര്യത്തിലൊക്കെ കണിശക്കാരന്. നല്ല അസലായിട്ട് ഗസല് പാടും കേട്ടോ. എന്റെ പപ്പ ആകെ ഉള്ളു തുറന്ന് ചിരിച്ചു കാണുന്നതേ ഒരേ ഒരു സിനിമ കാണുമ്പോഴാണ്. ഉള്ളിലെ പൊൻകണി കൺമണി മാത്രമായി പറഞ്ഞും കൊണ്ടേ പാറിപ്പോകുന്നേ. ആകാശത്തെങ്ങോ ജല്ലക്കൂടും കൂട്ടുന്നേ. അപ്പോൾ തന്നെ എല്ലാം ചൊല്ലിത്തീരുന്നേ. ഓരോരോ ശീലക്കേടിൽ കാലം പായുന്നേ. മുൻപരിചയം വല്ലതുണ്ടോ? ഇല്ല, ഇതല്ല എന്റെ മനസ്സിൽ. ലഗോ ടു റൊമാങ്ക്ലോ, അതാണ് എന്റെ മനസ്സിൽ. അതിനത് മാരേജ് ബ്യൂറോ അല്ല മിസ്റ്റർ. അത് എന്റെ തെറ്റല്ല. എന്റെയും. ബോണിയോട് സംസാരിക്കൂ, അയാൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ചെല്ലേ. ലൊഗോട്ടോ റൊമാങ്ക്ലോ. റൊമാങ്ക്ലോ. റൊഗോട്ടോ മംഗളാറോ. റോബർട്ട് മംഗളാറം. റോബർട്ട് മംഗലാപുരം. ബോണിയുടെ ബന്ധുവല്ലതായിരിക്കും. എന്തോ ടൊമാറ്റോന്നോ പൊട്ടറ്റോന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. എനിക്കാണെങ്കിൽ അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കാണാനില്ല. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. പട്ടിയുടെ മേത്തൊരു തപാല്. നീ ഇതിനെ വെച്ച് ലോൺ എടുത്താ? പട്ടിയുടെ മേത്ത് ഒട്ടിച്ചു. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും വരുമ്പോൾ അയാൾക്ക് ഒറ്റയ്ക്കൊക്കെ സഹിച്ചോണം. അത്രേ ഉള്ളൂ. ഇല്ല ബോണി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ മാരേജ് കഴിഞ്ഞ ബോണി എന്റെ വീട്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞത് നല്ലോണം ആലോചിച്ചിട്ടല്ലേ? സ്റ്റെഫി, നമ്മൾ എവിടെ താമസിക്കുന്നു അതല്ലേ നമ്മുടെ വീട്. എന്റെ വീട് നിന്റെ വീട് എന്നൊക്കെ ഉണ്ടോ? ഇനിയിപ്പോ നമ്മളെങ്ങാനും പുറത്തു പോയി സെറ്റിൽ ആവണമെങ്കിൽ സ്റ്റെഫി എന്റെ കൂടെ വന്നല്ലേ പറ്റൂ.
സ്റ്റെഫി, ഞാൻ ഒരുപാട് വിളിച്ചു, മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. അറ്റ്ലീസ്റ്റ് റിപ്ലൈ ഒന്നുമില്ല. സ്റ്റെഫി, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ കുറച്ച് ദിവസമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, നീ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഇത് ഞാൻ അന്നേ പറഞ്ഞതാ. നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ? എടാ, അഭിപ്രായം ചോദിച്ചോന്ന് ചോദിച്ചാൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടാ. തീരുമാനം ഉണ്ടാക്കേണ്ടത് ഞാനാണോ, അവളല്ലേ? എടാ, നിനക്ക് അവളോട് കാര്യം പറഞ്ഞൂടെ? നിനക്കൊരു മെസ്സേജ് അയച്ചൂടെ എസ് ഓർ നോ പറയണോന്ന്? നിനക്ക് നാട്ടിൽ പെണ്ണ് കിട്ടാനില്ലെന്ന് പറ. പെണ്ണുങ്ങൾ ക്യൂ നിൽക്കാതെ പറടാ. അളിയന് സ്വന്തമായിട്ട് മാട്രിമോണി ഉണ്ടെന്ന് പറയടാ. അളിയന്റെ ഷട്ടി. ഇന്ന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യും. നീ ആരെയും പേടിക്കുന്നേ? എന്താ ഇരിക്കട്ടെ അവിടെ. ഇത് ഞാൻ സ്റ്റെഫിക്ക് അയക്കുന്ന ലാസ്റ്റ് മെസ്സേജാണ്. ഇനി ഞാൻ ഒരു മെസ്സേജ് അയക്കില്ല. എനിക്ക് ഒരു പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല. ഇനി പിരിയാനാണെങ്കിൽ സ്റ്റെഫിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. മെസ്സേജ് വന്നു പോനെ, എല്ലാ പ്രശ്നവും സോൾവ് ആയി. എന്താ മെസ്സേജ് വന്നു? അവളെന്താ പറഞ്ഞു? ലെറ്റ് us meet. എടാ, ലെറ്റ് us meet എന്ന് പറഞ്ഞ എല്ലാ പ്രശ്നവും സോൾവ് ആയി. എടാ നെഗുണ്ടമോറോ. എടാ, നേരിട്ട് കണ്ടിട്ട് ഒഴിവാക്കാനാണെങ്കിൽ തളർത്തല്ലേടാ. സ്റ്റെഫി, എന്താണ് പ്രശ്നം? കുറച്ച് ദിവസമായിട്ട് മെസ്സേജും ഇല്ല, വിളിച്ചിട്ടും എടുക്കുന്നില്ല. ബോണി, ഞാനത് പറഞ്ഞ ബോണിക്ക് മനസ്സിലാവണമെന്നില്ല. എന്താ അത്? അല്ല, സ്റ്റെഫിക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നി റിലേഷനില്? അതോ പപ്പയ്ക്കാണോ എന്തെങ്കിലും പ്രശ്നം? ഇല്ല, പപ്പയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? തുറന്നു പറയാലോ. ടെൻഷൻ ഉണ്ടോ? കുറച്ച് വെള്ളം കുടിച്ചോ, റിലാക്സ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ തുറന്ന് സംസാരിച്ച് തീരാത്ത എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത്? എന്ത് കാര്യം ഷെയർ ചെയ്യുന്നതാണ് ഒരു നല്ല റിലേഷൻഷിപ്പ്. സ്റ്റെഫിയുടെ സ്ഥാനത്ത് ഞാനാന്ന് വിചാരിക്കുക, ഒരു ബുദ്ധിമുട്ടില്ലാതെ തുറന്നു പറയും. ഞാൻ ഒരു കാര്യം പറയാം, ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുറന്ന് പറയും സ്റ്റെഫി, തുറന്ന് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നങ്ങളും ഞാനാണെങ്കിൽ തുറന്നല്ലേ പറയുള്ളൂ. എന്താ എന്റെ പറ. എന്റെ മമ്മിക്ക് ബോണി ഇഷ്ടമല്ല. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മിയുടെ അടുത്ത് സംസാരിച്ച് ശരിയാക്കും. അത്ര മമ്മിക്ക് എന്ന് പറയുമ്പോൾ ഹലോ, എന്തായി? ആ കുട്ടിക്ക് വേറെ റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? ഓ, സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഇതൊന്നും അല്ലാതെ വേറെന്ത് പറഞ്ഞു അവള്? ബോണി ഇത് വിശ്വസിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്റെ മമ്മി എന്റെ കൂടെ തന്നെയുണ്ട് ബോണി, ഈവൻ ആഫ്റ്റർ ഹർ ഡെത്ത്. ബോണി ഇക്കാര്യങ്ങൾ എത്രയും തുറന്നു പറഞ്ഞത് ഒരിക്കലും ബോണി ഒഴിവാക്കാനായിട്ടല്ല. ഞാൻ പറഞ്ഞത് ബോണിക്ക് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. എടാ ബോണി, സയന്റിസ്റ്റ് ലെവൽ ഐക്യം അവൾ ഉപയോഗിക്കും. അവൾ നിന്നെ ഒഴിവാക്കും, നീ തളർന്നു പോകും. എന്നിട്ട് അവസാനം അവളൊരു ക്ലീഷേ ഡയലോഗ് ഓടിക്കും. ഇതൊന്നും നിന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. എന്തൊരു ഐഡിയ ആണ് മോനെ. അവളുടെ മരിച്ചുപോയ മമ്മി വീട്ടിൽ അതുണ്ടാക്കുന്നു, വീട്ടിൽ വെണ്ടക്കത്തോരൻ ഉണ്ടാക്കുന്നു, ഇവളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുന്നു. എന്നിട്ട് അവള് പറയുന്നു ഈ ആധുനിക ലോകത്ത് അവള് സയന്റിസ്റ്റ് ആണ്. എലോൺ മസ്ക് കേട്ട് കഴിഞ്ഞാൽ അയാളുടെ റോക്കറ്റ് കയറി അയാൾ പോകും. അപ്പൊ നീ എന്ത് പറഞ്ഞു? അതിനെ കിടങ്ങി പോയി. പിന്നെ നീ പറഞ്ഞ ഐക്യന്റെ കേസ് ഓർമ്മ വന്നു. അവിടെ നിന്ന് എന്റെ ഒരു പെർഫോമൻസ് ആണ്. ആര് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ലെന്ന്? എനിക്ക് സ്റ്റെഫിനെ വിശ്വാസം, സ്റ്റെഫിയുടെ മമ്മിനെ. മമ്മിയല്ലേ അത്, നമ്മുടെ മമ്മി. അതെനിക്കൊരു പ്രശ്നമല്ല. ബോണി ഇത് നല്ലോണം ആലോചിച്ചിട്ടാണോ? പിന്നെ അല്ലാതെ. ബോണി കരുതുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല കേട്ടോ. എന്തോ ആയിക്കൊള്ളട്ടെ, എന്റെ മനസ്സിൽ സ്റ്റെഫിയേ ഉള്ളൂ. ഇപ്പോ മമ്മി.
എനിക്ക് ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ. ഒരു മദറിലും ഇല്ലല്ലോ. ഇപ്പൊ അതും തീർന്നു. സാധാരണ ഞാനിത് ആരോട് പറഞ്ഞാലും ആ, അവരൊന്നും പേടിക്കും. പേടിയോ? എനിക്കോ? സ്റ്റെഫി പോക്ക് ബോഡി പോലെ അറിയില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ പോസിറ്റീവ് ആണ്. ആ ടോക്കൺ വിളിച്ചാ? ടോക്കണാ? ആ വിളിച്ചു. ആ എന്നിട്ട് ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? കെട്ടിയോൻ എന്തിയെന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? ചത്തുപോയെന്ന് പറഞ്ഞു. എന്നിട്ട് ചിരി കഴിയുമ്പോ അങ്ങ് വാ. ഇതാണല്ലേ പറയുന്നത്, ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ കരയേണ്ടി വരും. പോയിക്കോ പറ. മേടിച്ചേച്ചോ. പപ്പ, ഞാനിന്ന് ബോണിയെ കണ്ടായിരുന്നു. എന്നിട്ട് മമ്മിയെ പറ്റി പറഞ്ഞു. എല്ലാവനോട് വ്യക്തമായിട്ട് പറഞ്ഞോ? ബോണിക്ക് വിശ്വാസമായ മട്ടാണ്. അത് അത്ഭുതമാണല്ലോ. സാധാരണ ആരും ഇതൊന്നും വിശ്വസിക്കാറില്ല. ഇല്ല പപ്പ, ബോണി എനിക്ക് ആദ്യമേ വളരെ ജനുവിനായ ഒരാളായിട്ടാ തോന്നിയത്. പപ്പയ്ക്കോ? ഞാൻ അവനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു ഫൈനൽ ഡിസിഷനിലെത്തിയിട്ടില്ല. പപ്പ, മമ്മിക്ക് ഇഷ്ടമായില്ലെന്നാ. അത് ശരി. എന്നാ ഞാൻ ഉറപ്പായിട്ട് നടത്തും. കെട്ടാൻ പോണ നിനക്കും നിന്റെ അപ്പനായി എനിക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിലുണ്ട്. ഈ വീടിന് ചുറ്റും മുഖമാണല്ലോ. ഇവിടെ ഒരു മുഖം, അവിടെ ഒരു മുഖം. എടാ വേണേ അതിലെ കയറിട്ട് ഇതിലേ ഇറങ്ങാം. എന്തിനാ? പഴയ വീടാ, റിനോവേറ്റ് ചെയ്തെടുത്താ. ഇതിലെയാണ് വഴി. വരൂ. റിട്ടയർമെന്റിന് ശേഷം കേരളത്തിൽ വന്ന് സ്വസ്ഥമായിട്ട് കഴിയാനായിരുന്നു പ്ലാൻ. അങ്ങനെയാണ് ഇവിടെ വന്ന് ഈ വീട് വാങ്ങിച്ച് താമസം തുടങ്ങിയത്. അപ്പൊ ഈ സിംലയിൽ ഉണ്ടായിരുന്ന വീടും പറമ്പൊക്കെ വിറ്റ് തുലച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? അവിടെ വീട് വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അത് പോട്ടെ, ഇത് മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് കാണും ഈ വീട്? 2278 സ്ക്വയർ ഫീറ്റ്. ഓപ്പൺ സ്പേസ് കൂടെ കൂട്ടിയാല് 2999.99 സ്ക്വയർ ഫീറ്റ്. സൂപ്പർ ടാക്സിന്ന് മുടിഞ്ഞ ബുദ്ധിയാ. ബോണിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇത് ബോണിയുടെയും കൂടെ വീടാണ്. ഇഷ്ടായി. ആക്ച്വലി കോഫി ഷോപ്പിൽ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തിയില്ലേ? ഞാൻ ആക്ച്വലി ബോണി ആദ്യം കാണുമ്പോ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കാര്യങ്ങൾ ഇത്രയും പ്രൊസീഡ് ചെയ്യുന്നു. എനിക്ക് കല്യാണം എന്ന് പറയുന്ന പ്ലാനിങ്ങേ ഉണ്ടായിരുന്നില്ല തന്നെ കാണുന്നവരെ. കണ്ടു കഴിഞ്ഞപ്പോഴോ? കണ്ടിട്ട് എനിക്കിഷ്ടായെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ